പാലക്കാട് കഞ്ചിക്കോട് ദേശീയപാതയിൽ പരിക്ക് പറ്റിക്കിടന്ന മയിലിന് രക്ഷകരായി കേരള പോലീസ്. കസ്ബ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് മയിലിനെ രക്ഷിച്ചത്. വാഹനമിടിച്ചു കിടന്ന മയിലിനെ ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് ഓഫീസിൽ ഏൽപ്പിച്ചു. മയിലവിടെ റോട്ടിൽ കിടന്ന് പടയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി നിർത്തി അതിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ അതിന് ജീവനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈവേ ആയതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. ചരക്ക് വാഹനങ്ങളൊക്കെ വരുന്നതുകൊണ്ട് മേലൂടെ കയറാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഞാനവിടെ റോട്ടിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വഴിയായിരുന്നു മനോജ് വരുന്നുണ്ടായിരുന്നു. സ്റ്റേഷനിലെ പോലീസുകാരൻ തന്നെയാണ്. അദ്ദേഹം വരുമ്പോൾ എന്നെ കണ്ട ഉടനെ അദ്ദേഹം വണ്ടി നിർത്തി എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി വാഹനങ്ങൾ, കാരണം അതിനെ എടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഹൈവേയിലേക്ക് വീണ്ടും ചാടാനുള്ള ടെൻഡൻസി ആവും. കാരണം ഒരുപാട് ഇറിറ്റേഷൻ ആവാൻ തുടങ്ങി അതിന് തന്നെ. അപ്പോൾ അതിനെ അവിടെ തന്നെ നിർത്തി ഫോറസ്റ്റുകാർ വരുന്നവരെ വെയിറ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്തത്. ഗോകുൽ VS വിവരങ്ങൾ നൽകാനായിട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, പോലീസുകാരെ കാക്കിക്കുള്ളിൽ ഒരു തരത്തിലും ഒരു ഹൃദയവും ഇല്ലേ, കരുണയില്ലേ എന്നൊക്കെ ചോദിക്കുകയും നമ്മൾ നിരന്തരം വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന അതേ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് ഈ നല്ലൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. പറയൂ. അതായത് ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. ഇതിൽ നമ്മളോട് പ്രതികരിച്ച സായുധ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവർ ജോലിക്ക് വേണ്ടി വരികയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു മയിലിനെ ദേശീയപാതയിൽ വെച്ച് പരിക്ക് പറ്റിയ നിലയിൽ കണ്ടത്. അതിന് ജീവനുണ്ട്, അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള രീതിയിൽ മനുഷ്യജീവന്റെ അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ ദേശീയ പക്ഷി കൂടിയായുള്ള മയിലിനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ അവിടെ തന്നെ നിൽക്കുകയും ഫോറസ്റ്റിന് കൈമാറുകയും ചികിത്സയ്ക്കായി കൈമാറുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. ദേശീയപാതയിൽ നിരവധി വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മയിലിന് ജീവനുണ്ട്. അതിനെ മാറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ വാഹനം കയറിയോ മറ്റോ ഒക്കെ അത് ചാവുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവരുടെ ഒരു സമയോചിതമായ ഇടപെടൽ അവരവിടെ നിൽക്കുകയും ആ ഉത്തരവാദിത്തപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തുന്നവരെ കാത്തു നിൽക്കുകയും ചെയ്ത് കൊണ്ട് മാത്രം അതിനെപ്പോൾ ചികിത്സ നൽകി പോരുന്നു. ഏതായാലും ഈ നമ്മൾ പലപ്പോഴും ഈ പോലീസുകാരുടെ ചില കാര്യങ്ങളൊക്കെ പലപ്പോഴും വിമർശിക്കാറുണ്ട്. പക്ഷേ ഇത്തരം നല്ല കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ ആ രീതിയിൽ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട രീതിയിൽ തന്നെ ചെയ്യണം. അങ്ങനെ മനുഷ്യ ജീവന്റെ അതേ പ്രാധാന്യത്തോടു കൂടി ആ പക്ഷിയുടെ ജീവനും അവർ നൽകുന്നു. അങ്ങനെയാണ് അവർ ആ ജീവിയെ സംരക്ഷിച്ചത്. ശരി, ഗോകുല് പറഞ്ഞതുപോലെ തന്നെ നല്ലത് ആര് ചെയ്താലും അതിനെ അംഗീകരിക്കണം, അതിനെ കൈയടിക്കണം. സ്വാഭാവികമായിട്ടും സഹജീവി സ്നേഹത്തിന് മറ്റൊരു ഉദാത്തമായിട്ടുള്ള മാതൃക.